ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരയേ നമ സ്വാമിയേ
ശരണമയ്യപ്പ. അത്യന്തബാലമതസീ കുസുമപ്രകാശം ദിഗ്വാസസം കനകഭൂഷണഭൂഷിതാംഗം വിത്രസ്തകേശം അരുണാധരമായതാക്ഷം കൃഷ്ണം നമാമി മനസാ വസുദേവസൂനും. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ നമഃ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഃ ആപീതം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസദാം പുരതോ മമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും വിഷു ആശംസകൾ. വളരെ വിശേഷപ്പെട്ട ഈ വിഷു സുദിനത്തിൽ
ഭാഗവത അമൃതത്തിലൂടെ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ആ ഐതിഹ്യത്തിലേക്കും വിഷുവിൻ്റെ ആ പുണ്യ സ്മരണയിലേക്കും ഒരിക്കൽ കൂടി കടന്നു പോകുവാനുള്ള സുവർണാവസരമാണ് ഏവർക്കും കിട്ടുന്നത്. ഓരോ വർഷത്തിലും പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് മീന മാസത്തിൽ ആ മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് കിടക്കുന്ന ആ ഒരു സുദിനം, അങ്ങനെയുള്ള സുദിനമാണ് പുതുവർഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു പുതുവർഷ പുലരി. ഒരു വർഷം മുഴുവനും നമുക്ക് ഭഗവാനും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകാനുള്ള പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള സ്മരണകളുമാണ് ഓരോ വിഷുവിലും നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രകൃതിയാണ് മനുഷ്യൻ്റെ സകല അഭിവൃദ്ധിക്കും അടിസ്ഥാനം. നമ്മുടെ പൂർവികർ പണ്ടുകാലത്ത് 24 ഗുരുക്കന്മാരെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ഈ ഗുരുക്കന്മാരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് 24 എന്ന് പറയുന്നത് പ്രകൃതി തത്വമാണ്. ഈ പ്രകൃതി തത്വമാകുന്ന 24 ഗുരുക്കന്മാരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഭൂമി, വായു, ആകാശം, വെള്ളം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ തുടങ്ങിയിട്ട് ഉള്ള 24 ഗുരുക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞു തരിക. ഇതിലാദ്യമായിട്ട് തുടങ്ങുന്നത് ഭൂമിയിൽ നിന്നാണ്. ഈ ഭൂമിയാണ് വിശ്വനാഥൻ്റെ മൂലപ്രകൃതി തൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. ഭൂമി, ആ ഭൂമിയോടനുബന്ധിച്ചിട്ടുള്ള സകലതും, വായു, ആകാശം, ഇതൊക്കെ ചേർന്നതാണ് പ്രകൃതി. ഈ പ്രകൃതിയാണ് നമുക്ക് സകലത്തിൻ്റെയും അടിസ്ഥാനം. ഈ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന സകലതും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രകൃതിയെ മാനിക്കണമെന്നും പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും ഉള്ള ബോധത്തിലേക്ക് ഓരോ സമയത്തും നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഒരു വിഷു സ്മരണ പുതുക്കുന്നത്. നമ്മൾ വിഷു സുദിനം എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമാണ്. ആ പ്രകൃതി രമണീയമായിട്ട്, അതായത് ധാരാളം പൂക്കളും ഫലങ്ങളൊക്കെ നിറഞ്ഞങ്ങനെ ഇടതൂർന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടം. ഫലവൃക്ഷങ്ങളിലൊക്കെ ചക്കയായാലും മാങ്ങയായാലും മറ്റുള്ള പഴങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞിരിക്കുന്ന സന്ദർഭം. ഭൂമിയിലെങ്ങും പ്രകൃതിയിലെങ്ങും പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. ഇത് പ്രകൃതിയുടെ വരദാനമായിട്ട് നമുക്കിങ്ങനെ കാലാകാലങ്ങളിലായിട്ട് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണ് നമ്മൾ പുതുവർഷത്തെ സന്തോഷത്തോടു കൂടി വരവേൽക്കുകയാണ്. അതുകൊണ്ടാണ് വിഷുവിൽ, വിഷു സുദിനത്തിൽ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നമ്മുടെ പൂർവികർ കൈമാറി തന്നിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കൊക്കെ ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും വിഷുവിന് കണി കാണിച്ച് ഭഗവാനെ കണിക്കൊരുക്കി ഭഗവാനെ കാണിച്ച് ആ ഭഗവാനോടൊപ്പം ഭഗവാന്റെ മുന്നിലായിട്ട് എല്ലാവരും കണി കാണുന്ന ഒരു ചടങ്ങ്. അതുപോലെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനങ്ങളിലോ ഭഗവാനെ കാണിച്ചുകൊണ്ട്, ആ ഭഗവത് സ്വരൂപത്തെ കാണിച്ചുകൊണ്ട്, ആ ഭഗവാനും ഈശ്വരനും ആ ഈശ്വരൻ്റെ ചുറ്റിലും പ്രകൃതി വിഭവങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ട് ആ ഒരു നിറദീപത്തോടുകൂടി
ധനധാന്യങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് നമുക്കിനി എപ്പോഴും ഒരു വർഷത്തേക്ക് ഉണ്ടാവണം എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഭഗവാന്റെ മുന്നിൽ ഈ ധനധാന്യങ്ങളൊക്കെ നിറച്ചു വെച്ചുകൊണ്ട് ആ ഉദയത്തിന് മുമ്പായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള അതാത് കാലഘട്ടത്തിൽ കണി കാണേണ്ടുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും 2 മണിക്ക് ശേഷമാണ് പലപ്പോഴും മഹാക്ഷേത്രങ്ങളിലൊക്കെ കണി കാണുന്നത് തുടക്കത്തിൽ. അങ്ങനെയുള്ള സമയത്ത് ഭഗവാനെ കണി കാണുന്നു. ഭഗവാനോടൊപ്പം പ്രകൃതി വിഭവങ്ങളും നിറഞ്ഞിട്ട് നമ്മൾ കാണുന്നു. ഏത് ഭഗവാനെയാണ് സാധാരണ കാണുന്നത്? അതുകൊണ്ടാണ് ഏത് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിലെ മൂർത്തി, ദേവി, ദേവൻ ആരായാലും ആ മൂർത്തിയോടൊപ്പം നമ്മൾ പ്രകൃതി വിഭവങ്ങളായിട്ടാണ് ക്ഷേത്രങ്ങളിൽ മിക്കവാറും കാണുന്നത്. എന്നാൽ സാധാരണ ഭവനങ്ങളിലൊക്കെ പണ്ട് കാലത്ത്, പഴയ കാലത്ത് ഭഗവാന്റെ ഫോട്ടോ, അതുപോലെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ കുറേ വർഷങ്ങളായിട്ട്, അതായത് നമ്മളുടെ സമ്പ്രദായ പ്രകാരം കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതിമനോഹരമായ ഒരു വിഗ്രഹം. ആ വിഗ്രഹം ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹമല്ല, വേണുഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാനെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയായിട്ട് അമ്പാടിയിൽ നിന്നും അങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന സന്ദർഭത്തിൽ ആ നന്ദഗാവിലേക്കൊക്കെ ചെന്ന് ഗോക്കളെ, പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് വേണുഗാനം പൊഴിച്ചുകൊണ്ട് കാലിക്കോലും കളമുരളിയുമായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന അതിമനോഹരമായ ഭഗവാന്റെ ഒരു വേഷവിധാനമുണ്ട്. നട്ടോ നാട്യധരോ യഥ എന്നൊക്കെ പറയാം. ഒരു നടനെ പോലെ അതിമനോഹരമായ വേഷത്തോടു കൂടി ബർഹാപീഠം നടവരവഭു കർണയോഹോ കർണികാരം ബിഭ്രദ്വാസകനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോഹോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാപിശൽ ഗീതകീർത്തിം. വേണുഗാനം പൊഴിക്കുന്ന ഭഗവാന്റെ ഒരു സ്വരൂപമാണ്. അതായത് ഓടക്കുഴൽ വിളിക്കുന്ന ഭഗവാന്റെ സ്വരൂപം. അതാണ് നമ്മൾ കണി കാണാനായിട്ട് ആ ബാലസ്വരൂപത്തെ കണി കാണാം. ബാലസ്വരൂപം അതിമനോഹരമായ ഭാവത്തോടു കൂടിയിട്ട് ഈ വേണുഗാനം പൊഴിക്കുന്ന ആ സ്വരൂപം തന്നെ കാണുന്നത് എന്തുകൊണ്ടാണ്? വേണുഗാനം കാട്ടിൽ വെച്ച് ഭഗവാൻ പൊഴിക്കുമ്പോൾ പശുക്കുട്ടികളെയും പശുക്കളെയും ഗോപന്മാരെയും എല്ലാവരെയും ഈ വേണുഗാനത്തിലൂടെ, അതിമനോഹരമായ സമ്യക്കായിട്ടുള്ള കീർത്തനത്തിലൂടെ, സങ്കീർത്തനത്തിലൂടെ ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഭഗവാന്റെ വേണുഗാനത്തിൽ അലിയാത്തതായിട്ടൊന്നുമില്ല. അതായത് അലിയാത്ത വസ്തുക്കളെ കലിയുകയും അലിയുന്ന വസ്തുക്കൾ, അലിവ് ഉണ്ടാകുന്ന വസ്തുക്കൾ അലിയാതാവുകയും ചെയ്യുന്നു. വിപരീത ഭാവം ഉണ്ടായി എന്നർത്ഥം. അതാണ് വേണുഗാനത്തിൻ്റെ മഹത്വം. 9 ദ്വാരങ്ങളുള്ള, നവദ്വാരങ്ങളുള്ള ഓടക്കുഴൽ ഭഗവാൻ കയ്യിൽ സുരക്ഷിതമായിട്ട് പിടിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള സംഗീതം പൊഴിക്കുന്ന ആ ഒരു രംഗത്തിൽ മഹാത്മാക്കളൊക്കെ ആ രംഗം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമല്ല, മറ്റുള്ള പുരാണങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രംഗത്തെ പ്രത്യേകിച്ചും കാണിച്ചു തരും. അതുകൊണ്ടാണ് മധുരാഗോകുല ലീലകളാടും ഗുരുവായൂരപ്പ നിന്റെ മധുരാധരം ചേരും മണിമുരളികയിൽ അലിയാത്തവരില്ല, ഭക്തി നിറയാത്തവരില്ല. പീതാംബരപ്പട്ടുടുത്ത് പൊന്നരഞ്ഞാണത്തോടുകൂടി, ചിലമ്പോടുകൂടി, കൈവളയോടുകൂടി, തോൾവളയോടുകൂടി, ഉത്തരീയത്തോടുകൂടി, വനമാലയോടുകൂടി, അതിമനോഹരമായ പുലിനഖമാലയോടുകൂടി
കനകകുണ്ടലങ്ങൾ കാതിലണിഞ്ഞിരിക്കുന്നു, ഗോപിക്കുറി തൊട്ടിരിക്കുന്നു, തിരുമുടി കെട്ടിവെച്ച് അതിൽ നെറുകെ പീലിയൊക്കെ കുത്തിയിട്ടുള്ള ഒരു സ്വരൂപത്തിലാണ് ഭഗവാൻ. അമ്പാടിയിലും വൃന്ദാവനത്തിലൊക്കെ ഏതാണ്ട് 11.5 വർഷക്കാലം ഭഗവാൻ കിരീടം ധരിക്കാതെയാണ്. പക്ഷേ ഇത്രയും മനോഹരമായ പീലി ചാർത്തി മാല ചുറ്റി അതിമനോഹരമായിട്ടുള്ള വേഷത്തോട് പിച്ചകപ്പൂ ഒക്കെ അണിഞ്ഞ് എല്ലാം നല്ലൊരു വേഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുന്നിക്കുരുകളെടുത്ത് കൂട്ടുകാരോടുകൂടി അത് കോർത്തിട്ടുണ്ടാക്കിയ കുന്നിക്കുരു മാല വീണ്ടും ഒന്നുകൂടി മനോഹരമായിട്ടണിഞ്ഞ് കർണികാര പുഷ്പം, അതായത് കൊന്നപ്പൂവെന്ന് നമ്മൾ പറയുന്ന അതിമനോഹരമായ പീതാംബര നിറമുള്ള കർണികാര പുഷ്പത്തിൻ്റെ കൊല അത് തന്നെ ഈ കനകകുണ്ടലത്തോട് ചേർത്ത് അങ്ങനെ 2 കാതിലും കൂടി അണിയുന്ന സമയത്ത് ഭഗവാൻ ഒരു കൃത്രിമ വേഷധാരിയായിട്ടങ്ങനെ വേഷം കെട്ടി തയ്യാറാകുന്ന ഭാവത്തിലാണ്. ഈ ഒരു സ്വരൂപത്തെ കണി കാണുന്നു. ഇതിനെയാണ് മഹാത്മാക്കളൊക്കെ ബ്രഹ്മമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ഓടക്കുഴലിൽ വിളിക്കുന്ന കൃഷ്ണൻ്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തിലേക്ക് നമ്മൾ എത്തുക, ബ്രഹ്മസായുജ്യം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഭക്തി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ ഗുരുപരമ്പരകൾ നമുക്ക് പറഞ്ഞു തന്നത് മനസ്സ് ബ്രഹ്മത്തിലേക്ക് പോകണമെന്നാണ്. വിഷു സുദിനത്തിൽ നമ്മൾ ആ ബ്രഹ്മത്തെ തന്നെ കാണുന്നു. അതായത് എല്ലാ ഈശ്വരന്മാരുടെയും ചൈതന്യം രൂപത്തിനും നിറത്തിനും ഗുണത്തിനും അപ്പുറത്ത് നിറഞ്ഞു കാണുന്നതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന് ശരിയായിട്ട് രൂപമില്ല, അതാണ് നിർഗുണ ബ്രഹ്മം. അങ്ങനെയുള്ള ബ്രഹ്മത്തെ സഗുണരൂപത്തിൽ കാണിച്ചു തരുന്ന രംഗമാണ് അത്. ഈ കൃഷ്ണനിലൂടെയാണ് നമ്മൾ കാണുന്നത് എന്നാണ്. ബ്രഹ്മദേവൻ ബ്രഹ്മാവൊക്കെ ആ സ്വരൂപത്തിലാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ മഹാത്മാക്കൾ പറഞ്ഞു, മദശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ, മദശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ മഹനീയക പോല വിദിത മുഗൂരേ മാനസ സംചരരേ ബ്രഹ്മണി മാനസ സംചരരേ. മനസ്സെ ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കൂ. പീലിത്തിരുമുടി ചൂടിയ ഓടക്കുഴലിൽ വിളിക്കുന്ന അതിമനോഹരമായ പീതാംബര പട്ടുടുത്ത ആ ശ്രീകൃഷ്ണ ഭഗവാൻ വേണുഗോപാലമൂർത്തിയെ കണ്ടുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് എത്താമെന്നാണ്. അത് ആ ബ്രഹ്മത്തെ കാണിച്ചു തരുന്നത്, അത് താൻ ബ്രഹ്മം എന്ന് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാൻ സ്മരണയിലാണ് നമ്മളിന്നും വിഷുക്കണി ഒരുക്കുകയും കാണുകയും ചെയ്യുന്നത്. ഭൂലോകമായ ഈ ഭൂലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമുള്ളത് ഭൂലോക വൈകുണ്ഠം എന്ന ഗുരുവായൂരിലൊക്കെ കാണിച്ചു തരുന്നത് ഒക്കെ ആ കണിക്ക് ഇത്രയും പ്രാധാന്യം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നമ്മളും നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലിയ ഊട്ടുരുളി, അതിൽ ഏതാണ്ട് നല്ല ഉണക്കലരി പകുതിയോളം തയ്യാറാക്കി അതിനകത്ത് ചക്കയും മാങ്ങയും നാളികേരവും മറ്റ് വിവിധങ്ങളായ പഴങ്ങളും ഒക്കെ വെച്ച് വേറെ തന്നെ ഒരു നല്ല പാത്രത്തിൽ ചെറിയ ചെറിയ നല്ല നല്ല മനോഹരമായ കിണ്ണങ്ങളൊക്കെ എടുത്ത് അതിൽ ധാന്യങ്ങൾ ഒക്കെ നിറച്ച്, ഉപ്പ് മുതലുള്ള ധാന്യങ്ങൾ അതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച്, ഏതൊക്കെ തരത്തിലുള്ള പഴങ്ങളുണ്ടോ അതൊക്കെ ഇങ്ങനെ വെച്ച് നല്ല നല്ല ഫലങ്ങളൊക്കെ കെട്ടി തൂക്കി ഉരുത്തോലകളും അതിവിശേഷപ്പെട്ട തോരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ഏതൊക്കെ തരത്തിലുള്ള നാണയങ്ങൾ, അതുപോലെ മറ്റ് ധനം, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ധാന്യങ്ങൾ, ധനധാന്യങ്ങളാണല്ലോ പണ്ട് കാലത്ത് സമ്പത്ത്, അതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച് സ്വർണം, അതുപോലെ അഷ്ടമംഗല്യ വസ്തുക്കൾ, അത് അഷ്ടമംഗല്യ വസ്തുക്കൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഗ്രന്ഥം ഒക്കെയുള്ള വെറ്റില, അടക്ക, അതുപോലെ കുങ്കുമച്ചപ്പ്, കൺമഷി, കുറിക്കൂട്ടോട് കൂടിയിട്ടുള്ള അഷ്ടമംഗല്യം, അതിലൊരു ഗ്രന്ഥമൊക്കെ വെച്ച് ഒരു വസ്ത്രമൊക്കെ വെച്ച്, പഴയകാലത്ത് അലക്കിയ വസ്ത്രം, ഇപ്പോഴും കോടി വസ്ത്രം ഒക്കെ വെച്ചുകൊണ്ട് ഒരു അഷ്ടമംഗല്യം ഒക്കെ ഒരുക്കി ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മളുടെ ഇത് മുന്നിലുണ്ടാകും. പിന്നെ ഫോട്ടോകളും മറ്റെന്തൊക്കെയാണുള്ളത് അതൊക്കെ ഇങ്ങനെ
വൃത്തിയായി തുടച്ച് വെച്ച് തയ്യാറാക്കിയിട്ടുണ്ടാകും. അതിൻ്റെ മുമ്പിൽ അനേകം ദീപങ്ങൾ, നമുക്ക് എത്ര സാധിക്കുമോ അത് ആ ദീപപ്രഭയിലാണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അനേകം ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് ആ ദീപാവലിയുടെ പ്രതീകമായിട്ട് അതൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് നിറദീപങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാനെ കണ്ട് എന്നും നിറഞ്ഞു കാണുന്നതിൻ്റെ പ്രതീകം കൂടിയാണ്. അതിനാണ് നിലവിളക്ക് ധാരാളം തിരിയിട്ടൊക്കെ കത്തിക്കും. എന്തിനാ? നിലയുണ്ടാക്കുന്ന നിലവിളക്ക് ഇത് നിറദീപമായിട്ട് കണ്ടുകൊണ്ട് അതോടൊപ്പം മുന്നിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയപ്പം, വളരെ വിശേഷപ്പെട്ട ഉണ്ണിയപ്പം, മറ്റു മധുര പലഹാരങ്ങളൊക്കെ മുന്നിൽ അങ്ങനെ വെച്ച് വിശേഷമായിട്ട് നാളികേരം 2 എണ്ണം കൂട്ടിച്ചേർത്തിട്ടുള്ള ഇരട്ടത്തേങ്ങയായിട്ട് വെച്ചുകൊണ്ട് ഒക്കെയാണ് വിഷുവിൻ്റെ ദിവസം കണി ഒരുക്കുന്നത്. സാമാന്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സ്ഥലകാലത്തിനനുസരിച്ച് പലയിടത്തും ഉണ്ടാകാം. അങ്ങനെ ഒരുക്കിക്കഴിഞ്ഞ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിലെ കാര്യമായിട്ടുള്ള ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ തലമുറകളിലേക്ക് കൈമാറുന്നതിൻ്റെ പ്രതീകമാണ് പിന്നീടുള്ള ചടങ്ങ്. അതായത് വിഷുക്കണി കാണുക. വിഷുക്കണി കാണാൻ വേണ്ടി കണി കാണിക്കുക എന്നുള്ള സമ്പ്രദായം, അതായത് പ്രായം കുറഞ്ഞിട്ടുള്ള കുട്ടികളെ മറ്റുള്ളവരെയൊക്കെ തന്നെ എഴുന്നേൽപ്പിച്ച് കണ്ണൊക്കെ പൊത്തി കൊണ്ടുപോയി ആ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഈ സർവ ഐശ്വര്യ സമൃദ്ധമായ ആ മുന്നിലെത്തിക്കഴിഞ്ഞാൽ മാത്രം കണ്ണ് തുറന്ന് അങ്ങനെ കണ്ട് നമസ്കരിച്ച് മുതിർന്നവർ മറ്റുള്ളവർക്കൊക്കെ കൈനീട്ടം കൊടുക്കുക എന്നുള്ള വിശേഷപ്പെട്ട ചടങ്ങ്. അതാണ് വിഷു കൈനീട്ടം. വിഷു ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംജ്ഞകൾ, പദങ്ങൾ ഒക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. വിഷു കൈനീട്ടം. കൈനീട്ടം എന്ന് പറയുമ്പോഴെപ്പോഴും തന്നെ നമുക്ക് വിഷു കൈനീട്ടമായിട്ടാണ്. അപ്പോൾ എന്താ വിശേഷിച്ച് അതിൽ സമ്പത്തിനല്ല അവിടെ പ്രാധാന്യം, വലിപ്പച്ചെറുപ്പമില്ല പണത്തിന്. പിന്നെന്താണത്? ഒരു മുതിർന്ന തലമുറയിൽ നിന്നും അനുഗ്രഹത്തോടുകൂടി അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് കൈനീട്ടം കിട്ടുന്നത്. ഒരു ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ വിഷുക്കണി കാണുമ്പോഴാണെങ്കിൽ അവിടെ നിന്ന് ആ ഭഗവാൻ തന്നെ നമുക്ക് കൈനീട്ടം തരുന്നതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് മേൽശാന്തിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് സ്വീകരിക്കാം. അല്ലാത്ത ഇതിന് വിഭാഗീയതകൾക്കൊക്കെ അപ്പുറത്താണ് ഈ വിഷു കൈനീട്ടം എന്നുള്ള സങ്കല്പമൊക്കെ വന്നിരിക്കുന്നത്. അന്നത്തെ ദിവസം നേരത്തെ കാലത്തെ വിഷുക്കണി കണ്ട് കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കും. ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിഷ്ണു സഹസ്രനാമങ്ങളും കീർത്തനങ്ങളും ഒക്കെയായിട്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്ത് വിഭവ സമൃദ്ധമായിട്ട് പ്രഭാത ഭക്ഷണം, അതുപോലെ സദ്യയോടുകൂടിയിട്ട് ഭക്ഷണം, കോടി വസ്ത്രം, എല്ലാം കൊണ്ടും ഈ വിഷുവും വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ഓരോ ചടങ്ങുകളും കുടുംബത്തിൻ്റെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേർന്നു കൊണ്ടുള്ള സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു വിശേഷം സാധാരണഗതിയിൽ നമ്മൾ പറയും വിഷവം എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇരുന്നങ്ങോട്ട് ആ കടക്കുന്ന ഒരു സന്ദർഭമാണ്. വിഷു സംക്രമം, പിന്നെ മറ്റൊന്ന് വിഷുപക്ഷി പാടി എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഏതാണ്ട് ഇതേ സമയത്താണ് വിഷുപക്ഷികളൊക്കെ, പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ആ സമയത്ത് ചില വിഭാഗത്തിലുള്ള പക്ഷികൾ പ്രത്യേകിച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വിളികളുണ്ടാകും. അതുകൊണ്ടാണ് വിഷുപക്ഷി എന്നുള്ള പേരൊക്കെ വന്നത്. വിഷു കണി, വിഷു കൈനീട്ടം, ഇങ്ങനെ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഓണത്തിനൊക്കെ പാട്ട് പാടുന്നത് പോലെ വിഷുവിനൊക്കെ പണ്ട് കാലത്ത് പാട്ടുകളൊക്കെ പാടിയിട്ട് സഞ്ചരിക്കുന്ന ചടങ്ങുകൾ പല സ്ഥലത്തുണ്ടായിരുന്നു. അതാണ് വിഷുപ്പാട്ട് എന്നുള്ള നിലക്ക് പല നാടുകളിലും അറിയപ്പെട്ടു എന്നാണ് പല ഭാഗത്തും പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഈശ്വരൻ്റെ മുന്നിൽ സകല വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളൊക്കെ നിറച്ചു വെച്ചിട്ടാണ്. അത് ആ പ്രകൃതി തന്നെ അതിൻ്റെ പ്രതീകമാണ്, നമുക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. കാരണം ഭൂമിദേവി ആണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്നത്. ആ ഭൂമിയെ നമ്മൾ പലതരത്തിലും ദ്രോഹിക്കുന്നു, കുഴി കുഴിക്കുന്നു, അഗ്നി കത്തിക്കുന്നു, പലതും ഭൂമിയിൽ ചെയ്യത്ത് കൂട്ടുന്നുണ്ട് നമ്മുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട്.
പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മോട് ക്ഷമിച്ച് നമുക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമി എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര നമ്മൾ കൃഷിഭൂമിയൊക്കെ എത്ര നന്നാക്കിയിട്ട് എടുക്കുന്നു, അതിനനുസരിച്ച് ഐശ്വര്യത്തോടു കൂടിയിട്ടാണ് ഭൂമിദേവി ഇങ്ങോട്ട് തരുന്നത്. ആ ഭൂമിദേവിക്ക് അത്യധികം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ നിന്നും പഠിക്കുന്നത് ക്ഷമയാ ധരിത്രി എന്നാണ്. ആ ക്ഷമയാണ് ഭൂമിയിൽ നിന്നും പഠിക്കുന്നത്. ഭൂമിയിൽ ധാരാളം ഗുഹകളുണ്ട്. ആ ഗുഹകളൊക്കെ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നു. അവരത് വിട്ടുപോയാലും മറ്റുള്ളവർക്ക് വന്ന് താമസിക്കാം. അപ്പോൾ അതൊന്നും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, പരോപകാരത്തിന് വേണ്ടി, അന്യജീവന് ഉതകി സ്വജീവിതം ധന്യമാക്കുന്നു എന്നാണ് കാണിച്ചു തരുന്നത്. അതുപോലെ ഫലവൃക്ഷങ്ങളുണ്ട് ഭൂമിയിൽ ധാരാളമായിട്ട്, ഇപ്പോഴും തന്നെ നമുക്ക് കാണാം. അതൊക്കെ നിറഞ്ഞ് ചക്കയായിട്ടും മാങ്ങയായിട്ടും മറ്റ് പലതരത്തിലുള്ള പഴങ്ങളായിട്ടും നിറഞ്ഞങ്ങനെ കാണുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ? നമുക്ക് വേണ്ടിയിട്ട് തരികയാണ്. ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത തന്നെ, ഈ വൃക്ഷം വെട്ടിമുറിക്കാനായിട്ട് കോടാലിയും കയറുമായിട്ട് വരുന്ന ആൾക്കും പഴവും തണലും കൊടുക്കും. അതിന് വെള്ളമൊഴിച്ച് വളർത്തി അതിനെ സംരക്ഷിക്കുന്ന ആൾക്കും പഴവും തണലും കൊടുക്കും. അതാണ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത. ഇതൊക്കെ പഠിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്, ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ സൂര്യനായാലും ചന്ദ്രനായാലും വെള്ളമായാലും ഒക്കെ നമ്മൾക്ക് ഈ പാഠങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അതായത് വെള്ളത്തിൻ്റെ കഥ എടുക്കുക. കുളത്തിൽ വെള്ളമുണ്ട്, പുഴയിൽ വെള്ളമുണ്ട്, തോട്ടിൽ വെള്ളമുണ്ട്, ഒക്കെയുണ്ട്. നമ്മളിപ്പോൾ ശരീരം മുഴുവനും ചേറാണ്, ചെളിയാണ്, ഒരു രക്ഷയില്ല. ഈ ചെളി പിടിച്ചിട്ടാണ് ശരീരം മുഴുവനും. അപ്പം എന്താ ചെയ്യുക? ആ ശരീരത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വൃത്തികെട്ട മാലിന്യമുള്ള ശരീരമാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വല്ല കുളത്തിലൊക്കെ ചെന്ന് ഇപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറയും, പുഴയിൽ ചെന്ന് കുളിച്ചിട്ട് വരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ കലക്കുകയാണ്. കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചടങ്ങതാണ്. അത് മുഴുവൻ വെള്ളത്തിലേക്ക് കലങ്ങി, വെള്ളത്തിലേക്കെത്തി. പക്ഷേ ആ വെള്ളം എന്ത് ചെയ്യുന്നു? നമ്മുടെ മാലിന്യത്തെ മുഴുവൻ ഏറ്റെടുത്ത് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാലിന്യം ഏറ്റെടുക്കുന്നു, നമുക്ക് ശുദ്ധീകരണം ഉണ്ടാക്കി തരുന്നു. അതും നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പ്രകൃതി അങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും പ്രകൃതി മാത്രമല്ല, 24 ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് പ്രകൃതിയിൽ നിന്ന് തുടങ്ങുന്നത് സകലരും നമ്മളെ പഠിപ്പിക്കുകയാണ്. ചിലതൊക്കെ ഇങ്ങനെ ആവണമെന്ന് പഠിപ്പിക്കുന്നു, ചിലതൊക്കെ ഇങ്ങനെ ആവരുത് എന്ന് പഠിപ്പിക്കുന്നു. രണ്ടും പഠനമാണ്. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആവണമെന്നാണ് പഠിക്കേണ്ടത്, ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആവരുത് എന്ന് പഠിക്കണം. അപ്പോൾ പ്രകൃതി മുഴുവനും നമുക്ക് ഗുരുക്കന്മാരാണ്. ആരാണ് ഗുരുക്കന്മാരല്ലാത്തതെന്നാണ് മഹാത്മാക്കൾ പറഞ്ഞു തരുന്നത്. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടി, ചെറുപൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിന വാനം, ഇന്നിതാ ചിരിക്കുന്നു, പൂങ്കതിർ ചൊരിയുന്നു. ആരാണ്? പ്രകൃതി മുഴുവനും നമുക്ക് ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി, പ്രകൃതിയുടെ അനുഗ്രഹത്തോടുകൂടി ഓരോന്നും പഠിച്ച് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ഐശ്വര്യ സമൃദ്ധമാക്കേണ്ടുന്നതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഓരോ ദിവസവും നമ്മൾ പ്രകൃതിയിലൂടെ ചെയ്യുന്നത്. അത് മുഴുവനും, അതായത് ഒരു ദിവസം രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വര സ്മരണയുണ്ടാക്കണം, ഈശ്വര ചിന്തയുണ്ടാക്കണം, കാണണം, ഭഗവത് സ്വരൂപത്തെ കാണണം. ഒരു ഫോട്ടോ, വിഗ്രഹം ഇതൊക്കെ കണ്ട് തൊഴുതിട്ട് അന്നത്തെ ദിവസം തുടങ്ങണം എന്നൊക്കെയാണ് പറയുക. വിഗ്രഹങ്ങളും ഫോട്ടോകളൊന്നും കാണാത്ത സമയത്ത് ആളുകൾ സ്വന്തം
ആ കൈ വെള്ള അത് ഒന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചൈതന്യം മുഴുവൻ കിട്ടുന്നൊക്കെയാണ്. അങ്ങനെയുള്ള ദിവസം ഓരോ ദിവസവും രാവിലെ തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഫലത്തെ തരുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിഷു സുദിനത്തിൽ ഉദിക്കുന്നതിനൊക്കെ വളരെ മുമ്പേ തന്നെ നമ്മൾ കണി കണ്ട് ഉണരണം എന്ന് പറയുന്നത്. അങ്ങനെ കണി കണ്ട് ഉണരുന്ന സമ്പ്രദായത്തിൽ ഈശ്വര ആരാധനയായിട്ട് നമ്മൾ സകലതും, അതായത് നമ്മുടെ ജീവിതത്തെ തന്നെ ചിട്ടപ്പെടുത്തുന്നു. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ കേമത്വം കൊണ്ട്, നമ്മുടെ പ്രഭാവം കൊണ്ടല്ല ഇത് നിലനിൽക്കുന്നതെന്ന് ഓരോ വർഷവും വിഷുവിലൂടെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല സന്തോഷത്തോടുകൂടി ഐശ്വര്യ സമൃദ്ധിയോടുകൂടിയിട്ട് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളല്ലാത്തൊരു ശക്തി ഉണ്ട് എന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തണം. നമ്മുടെ കേമത്വം കൊണ്ടല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അതിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ആ ശക്തി വിശേഷത്തെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മുടെ പൂർവികർ പ്രാർത്ഥനാപൂർവം ഇത്തരം അനുഷ്ഠാനങ്ങളും ചടങ്ങുകളൊക്കെ നടക്കുന്നത്. മാത്രമല്ല അതൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ഈ വർഷം മുഴുവനും ജഗദീശ്വര ഭഗവാനെ, കുലപരദേവതേ, നമുക്ക് ഈ വർഷം മുഴുവനും ഇത്തരത്തിലുള്ള ഐശ്വര്യം നമുക്കും കുടുംബത്തിനും ഒക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അനുഗ്രഹം നേടുന്നൊരു ചടങ്ങുണ്ട്. വലിയ അനുഗ്രഹത്തിന് വലിയ ശക്തിയാണ്. ആ പാദത്തിൽ നമസ്കരിക്കുക. പാദത്തിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തല കുനിഞ്ഞ് പാദത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതും അപ്പോൾ തന്നെ കൈകൊണ്ട് ആ തലയിലേക്ക് തൊടുന്നതും ആണ് അനുഗ്രഹത്തിൻ്റെ യഥാർത്ഥ ചടങ്ങ്. അത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ വലിയൊരു അനുഭവം ഉണ്ടാക്കുന്നതാണ്. അനുഗ്രഹം വലിയൊരു അനുഭവം എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു അനുഗ്രഹത്തിൻ്റെ ചടങ്ങ് കൂടി ഈ വിഷു സുദിനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ അനുഗ്രഹമാണ് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ കൈനീട്ടം വാങ്ങി ഗുരു കാരണവന്മാരൊക്കെ മുതിർന്നവരൊക്കെ നമസ്കരിച്ച് അവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ ആ ഒരു രീതിയിലാണ്. അതുപോലെ നമ്മൾ ഈശ്വരാനുഗ്രഹം നേടുന്നു. തുടക്കത്തിൽ തന്നെ ഈശ്വരാനുഗ്രഹം നേടുന്നു. ആ പരമ്പരകളുടെ മുഴുവനും അനുഗ്രഹം നേടിക്കൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഒരു അനുഭവം ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുന്നു. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്കാണത്. ആ ഭഗവാന്റെ ഒരു സ്വരൂപം ബാലായ നീലവപുഷേ നഭകിങ്കിണീകജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. നന്ദാത്മജായ, നന്ദഗോപര്, അമ്പാടിയിൽ കഴിഞ്ഞുകൂടുന്ന നന്ദഗോപരുടെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണൻ എപ്പോഴും കൊച്ചു കൃഷ്ണനാണ്. ആ കൊച്ചുണ്ണിയായിട്ടുള്ള കൃഷ്ണൻ, ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഭാവം, ആ രണ്ട് കൈയിലും വെണ്ണയെടുത്ത് ഓടിച്ചാടി കളിക്കുന്ന ഭാവം, ഒരു കൈയിലെ വെണ്ണ കഴിച്ച് ആ കൈ കൊണ്ട് ഓടക്കുഴലും പിടിച്ചു വാങ്ങി അങ്ങനെ നടക്കുന്ന രൂപം, ഇതൊക്കെ ബാലലീലകളാണ്. ആ ബാലലീലകൾ ഓരോന്നും കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണിക്കണ്ണിൽ കാണാകേണം. കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. കാലിൽ ചീലമ്പും കീലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കിങ്ങിണിയും വള മോതിരവും ചാർത്തി ഭംഗിയോടൻ മുൻപിൽ കാണാകേണം. കീർത്തിയേറിടും
ഗുരുവായൂർ വാഴുന്ന ആർത്തിഹരൻ തന്നെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ കൊണ്ട് നമ്മുടെ മനസ്സിന് കുളിർമയും സന്തോഷവും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബാലസ്വരൂപത്തിലുള്ള ഭഗവാനെ തന്നെ പ്രഭാതത്തിൽ കാണണമെന്ന് പറയുന്നത്. അമ്പാടിയിൽ യശോദ അമ്മ രാവിലെ താൻ തന്നെ തൈര് പാത്രമൊക്കെ എടുത്ത് തൈര് കലക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ ബാലലീലകൾ അനുസ്മരിക്കുന്ന അവരുടെ സമ്പ്രദായത്തിൽ പണ്ടുകാലത്ത് സംസ്കൃതത്തിലൊക്കെയുള്ള ബാലലീലകളുടെ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ ആ ഭഗവാന്റെ സ്വരൂപത്തെ കണികണ്ട് രാവിലത്തെ ഓരോ ദിവസവും തുടങ്ങുന്ന പ്രഭാതം സഫലമാക്കുന്ന രംഗമാണ് കാണിച്ചു തരിക. അതുകൊണ്ടാണ് ഈ വിഷു സുദിനത്തിലും നമ്മൾ എപ്പോഴും ഭഗവാന്റെ ആ വേണുഗോപാലമൂർത്തിയായ ഭഗവാന്റെ സ്വരൂപത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അത്തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ച് മനോഹരമായിട്ട് അലങ്കരിച്ചുകൊണ്ട് ആ സ്വരൂപത്തെ കാണുമ്പോൾ നമ്മൾ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. നരകവൈരിയാം അരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതിക്കൂപ്പുന്നേൻ അടുത്തുവാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഈ ഒരു വിശേഷപ്പെട്ട വിഷു സുദിനത്തിലും നമുക്ക് ഭഗവാന്റെ സ്വരൂപം ഈ പ്രഭാതത്തിൽ നിറഞ്ഞു കണ്ടുകൊണ്ട് ഒരു വർഷം മുഴുവനും ഈ ഒരു കാഴ്ച, ഐശ്വര്യപൂർണമായ ഈ പ്രകൃതിയോട് കൂടിയിട്ടുള്ള ഈ കാഴ്ച നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യവും ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാ തരത്തിലും ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കാൻ കൂടിയിട്ടാണ് ഈ വിശേഷപ്പെട്ട സുദിനം നമ്മളിങ്ങനെ അനുഷ്ഠാനങ്ങളായിട്ട് പൂർവികരായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഗോപബാലന്മാരാം മുത്തു മാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ. വല്ലഭ സ്ത്രീ നികരത്തിൻ കൂജ കഞ്ചകോരകത്തിൽ നല്ല വണ്ണം ലസിച്ചതാം കല്ലു വേണമോ. കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ. നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. ഹൃദയത്തിൽ ധരിപ്പോരെ മായാബന്ധം മുറിച്ചുടൻ മുദാധിയിലാഴ്ത്തിടുമ
കല്ലു വേണമോ ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ. ഏവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യ സമൃദ്ധമായ വിഷു ആശംസിച്ചുകൊണ്ട് ഈ വിശേഷപ്പെട്ട വിഷു അനുസ്മരണം ഇവിടെ സമർപ്പിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം.